സാൻസ് വേൾഡ് ഓഫ് ക്രിയേറ്റിവിറ്റിയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പഴയ ക്ലോക്കാണ്. ഓടി ഓടി ഒത്തിരി വയസ്സായ ഒരു ക്ലോക്കാണ്. വയസ്സായാലും ഇതിൻ്റെ പെയിൻറ് മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. മെഷീൻസൊക്കെ എപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യം ഇതിൻ്റെ പുറകിലാണ്, ക്ലോക്കിൻ്റെ പുറകിലാണ് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് ആദ്യം റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ അതിൽ ഗ്ലാസും നീഡിൽസും ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം അതാണ് റിമൂവ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലോക്കിലെ നീഡിൽസ് കുറച്ച് സോഫ്റ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് സൂക്ഷിക്കണം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും പറ്റും ക്ലോക്കൊക്കെ. ഞാൻ നീഡിൽസും റിമൂവ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് പെയിൻ്റാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ നീഡിൽസ് വളഞ്ഞു പോയാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യത്തില്ലേ, അന്നേരം അവിടെ സ്റ്റക്കായി പോകും ഈ നീഡിൽസ്. പിന്നെ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ഇതിനകത്ത് ബ്ലാക്ക് കളർ പെയിൻ്റ് ആട്ടോ ചെയ്യുന്നത്. നമ്പേഴ്സും നീഡിൽസും ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ബ്ലാക്ക് കളർ ചെയ്യുവാണേ. നമ്പേഴ്സും നീഡിൽസും വൈറ്റ് കളർ പെയിൻ്റാണ് ചെയ്യുന്നത്. ഒരു യാത്രക്കിടയിൽ ഞാനൊരു ഷോപ്പിൽ കണ്ട ക്ലോക്കാണ് കേട്ടോ. ഫുൾ ബ്ലാക്ക് ആയിട്ട് ഒരിടത്ത് കണ്ടതാണ്. അതിൻ്റെ നീഡിൽസും നമ്പേഴ്സും മാത്രമായിരുന്നു വൈറ്റ്. നല്ല മാറ്റ് ഫിനിഷുള്ള ക്ലോക്കായിരുന്നു കേട്ടോ. സർക്കിൾ ഷേപ്പിലുമായിരുന്നു ക്ലോക്ക് ഉള്ളത്. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആ ഐഡിയ ആണ് ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് കേട്ടോ. ഫുൾ ബ്ലാക്കും എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങാനും പദ്ധതി പാളിപ്പോയാൽ പഴയ ക്ലോക്കാണല്ലോ എന്ന് കരുതി സാരമില്ല എന്ന് വിചാരിക്കുന്നു. പുതിയ ക്ലോക്കിൽ എന്തായാലും പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ വീട്ടുകാർ സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ട് പഴയ ക്ലോക്ക് ചെയ്യുവാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ടോ? പഴയ സാധനങ്ങളൊക്കെ പുതിയ പുതിയ മിനുക്ക് പണികളൊക്കെ ചെയ്ത് പുതിയ രൂപത്തിലാക്കി ഉപയോഗിക്കാറുണ്ടോ? പൊതുവെ വീട്ടമ്മമാർക്കാണ് ഈ ഹാബിറ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ പിന്നെ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലോ. ഞാൻ നമ്പേഴ്സ് എഴുതിയത് പോയിന്റഡ് ബ്രഷിലാണ് കേട്ടോ. അല്ലെങ്കിൽ ആ ഷേപ്പിൽ തന്നെ എഴുതിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പോയിന്റഡ് ബ്രഷ് യൂസ് ചെയ്തു. എല്ലാം പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നീഡിൽസ് ഫിക്സ് ചെയ്യുവാണ്. നീഡിൽസും ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പെയിന്റ് മാറ്റ് ആയിരുന്നുവെങ്കിൽ കുറച്ച് അധികം ഭംഗിയുണ്ടായേനെന്ന് തോന്നി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് കുറച്ച് വയസ്സായ ക്ലോക്കാണെന്ന്. അത് കാരണം ഇതിൻ്റെ ഗ്ലാസ്സിന് കാലപ്പഴക്കം ചെന്നതിൻ്റെ ഒരു മങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് എനിക്കിത് മൊത്തത്തിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു പോരായ്മ. അതുകൂടെ ഓക്കെ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നേനെ. പക്ഷെ എന്തായാലും മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്ന ആ ഒരു ലുക്കൊക്കെ എനിക്ക് ഈ ക്ലോക്കിൽ കിട്ടി. ഞാൻ ആ കണ്ട ക്ലോക്കിൻ്റെ ഏകദേശം ഒരു രൂപമൊക്കെ ഇതിനും വന്നിട്ടുണ്ട്. ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ വന്ന കാരണം വീട്ടിൽ ഫാമിലിയിൽ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന കാരണം എനിക്ക് വീഡിയോസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഷോർട്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. ബൈ.